അഷ്ടാംഗ യോഗയിലെ പതഞ്ജലി മഹർഷി രചിച്ച് അതിനെ പ്രചരിപ്പിച്ച ഒരു ഭാഗമാണ് അഷ്ടാംഗ യോഗം. ഈ അഷ്ടാംഗത്തിൽ 8 പടികളുണ്ട്. അതിൽ 3ഉം 4ഉം പടികളാണ് നമ്മൾ എടുക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം. ഈ 4 ഇതില് യമനിയമങ്ങൾ പാലിച്ച് ആസനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും മനസ്സിനെയും ശരീരത്തിനെയും ഒന്നാക്കാന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പം ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ മക്കളെ കുറിച്ചും മറ്റുള്ള പല കാര്യങ്ങളെ കുറിച്ചും വല്ലാതെ ടെൻഷൻ ആയിരിക്കുന്ന സമയമായിരിക്കും. അപ്പം ആ ടെൻഷൻ മാറ്റണമെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റും. പണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഹിന്ദു കുടുംബങ്ങളിലും വിളക്ക് വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ അത് അന്യം നിന്നുപോയി. വളരെ കുറച്ച് കുടുംബങ്ങളിൽ മാത്രമേ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഏത് ദൈവമാണെങ്കിലും ശരി, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു വഴിയാണ്. ഇന്നത് അന്യമായി പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പല മീറ്റിങ്ങുകളും കാര്യങ്ങളും മറ്റു പല തിരക്കുകളും കാരണം നമ്മളതൊന്നും ചെയ്യുന്നില്ല. അപ്പം പ്രാണായാമങ്ങളിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഒക്കെ നമുക്ക് ഇത് ചെയ്താൽ മാത്രമേ മനസ്സും ശരീരവും ഒന്നായിരിക്കുള്ളൂ. ഓടുന്ന മനസ്സിനെ നിശ്ചലമായിരിക്കുന്ന ശരീരത്തിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ശരീരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവന്ന മനസ്സും ശരീരവും യോജിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത്. യോഗയിൽ ഈ 8 പടികൾ കൂടെ ചേർന്നതാണ് യോഗ. അതിൽ ആസനമാണ് നമ്മളൊരു എക്സർസൈസ് ആയിട്ട്, ആസനവും പിന്നെ പ്രാണായാമമാണ് നമ്മളൊരു എക്സർസൈസ് ആയിട്ട് എടുക്കുന്നത്. യോഗയിലെ കുറേ ആസനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ടൈറ്റായിരിക്കുന്നത് ലൂസാകും. അതുപോലെ നമുക്ക് നടക്കാനും എടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് പ്രാണായാമങ്ങൾ. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും അതുപോലെ പുറത്തേക്ക് വിടുന്നതും ഇത് അങ്ങനെ അത് ശീലിച്ച് അതിൻ്റെ ഒരു മെഡിറ്റേഷനും കൂടിയുണ്ട്. ശ്വാസത്തിൻ്റെ ഗതി അനുസരിച്ച് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ലഘൂകരിച്ച് ഏത് പ്രശ്നം വന്നാലും നമുക്കതിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് കിട്ടും. നമുക്ക് ആർക്കും പ്രശ്നങ്ങളില്ലാത്തവരല്ല, പ്രശ്നങ്ങളുള്ളവരാണ്. ആ പ്രശ്നത്തെ നമുക്ക് ലഘൂകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ആ കപ്പാസിറ്റി നമുക്ക് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നാം ശീലിക്കുന്നത്. നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ കുറച്ച് ലഘു വ്യായാമങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടേതായ ജോലിക്ക് പോയി നിങ്ങൾ തിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. ഇപ്പോൾ പകുതിപ്പിറക്കം കിട്ടാത്ത ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സംഗതിയാണ് ഉറക്കം. പലർക്കും ഇല്ല. ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഞാൻ 20 വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വരുന്ന കൂടുതൽ രോഗികൾക്ക് ഉണ്ടാകുന്ന രോഗത്തിന് കാരണം ഉറക്കമില്ലായ്മയാണ്. അവർക്കൊരു 50 വയസ്സ് കഴിഞ്ഞാൽ ഉറക്കമില്ല.